ഇന്നത്തെ പരിപാടി ചിക്കൻ കട്ട്ലേറ്റിലാണ്. ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എല്ലാവരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. പല സ്റ്റൈലിലേക്കും പല സൈഡിലേക്കും പോകുമ്പോൾ പല പല ടേസ്റ്റിലായിരിക്കും കട്ട്ലേറ്റ് ഉണ്ടാവുക. എല്ലാം ഒരുപോലെയല്ല. പിന്നെ ഓരോരുത്തരുടെ രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയണം കേട്ടോ. ഞാൻ 2 സവാള ചെറുതാക്കി അരിഞ്ഞത് അത് നല്ലപോലെ വെളിച്ചെണ്ണയിലിട്ട് സോട്ടാക്കി എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വേപ്പില കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടു. മല്ലിയില ഇടുന്നില്ല, പുതിനയില മാത്രം കട്ട് ചെയ്ത് അതും ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് കാരണം ഞാൻ മല്ലിയില ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് ആയതുകൊണ്ട് ചിക്കൻ മസാല 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ മസാലകളോ വേറെ പൊടികളോ ഒന്നും ഇടുന്നില്ല. ഇപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു വാട്ടറി കണ്ടൻറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഡ്രൈ ആക്കി എടുക്കാൻ. എന്നാലാണ് അതിൻ്റെ വെള്ളമൊക്കെ പോവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാൻ പാകത്തിന് 2 ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ മുട്ട, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക, പൊരിക്കുക. നല്ല എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കുക. സത്യത്തിൽ പൊരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, പൊരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അത് കാരണം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ മെയിനായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവ് കുറവാണ്, അവർക്ക് കഴിക്കാനും